ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മളൊരു പുതിയ ഗ്രില്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റാക്കിയ ഗ്രില്ല് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നു, ഇത് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ നേരിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഫിറ്റ് ചെയ്ത് കാണാൻ. അപ്പോൾ ഇതിലുള്ള ഗ്രില്ല് നമ്മൾ ആദ്യം ഊരിയെടുക്കുകയാണ്. നമ്മൾ വേറെ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രില്ല് നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരി എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ പുതിയ ഗ്രില്ലിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാരുതിന്നൊക്കെ എഴുതിയൊരു പുതിയ മാരുതി സുസുക്കിന്ന് എഴുതിയൊരു പുതിയ എംബ്ലോക്ക് ഉണ്ട് അതിനകത്ത്. അതൊക്കെ വെച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടിയിൽ ഇരുന്ന ഗ്രില്ല് നമ്മളിപ്പോൾ ഇളക്കി എടുക്കുവാണ്. അത് ഇറക്കി എടുത്തോടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പുതിയ ഗ്രില്ല് അത് നമ്മൾ വേറെ ഗ്രില്ലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന 2 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരുവിധം നമ്മളത് അതിനകത്തൊരു 2 സ്ക്രൂ മാത്രം ഇളക്കിയെടുത്താൽ മതി. ഒരു സ്റ്റാർ സ്കൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ 2 സ്ക്രൂ ഇളക്കിയെടുത്ത് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത ഗ്രില്ല് ഇതിലേക്ക് വെച്ച് നമ്മൾ ആ സ്ക്രൂ അങ്ങോട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്ക്രൂ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ 2 സ്ക്രൂ ചെയ്യണം. അത് രണ്ടും നമ്മളങ്ങോട്ട് മുറുക്കി കൊടുത്ത് അതങ്ങോട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് 2 സ്ക്രൂ ഇട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു തല ഫിറ്റ് ചെയ്തു, ഒന്നാമത്തെയും ഫിറ്റ് ചെയ്തിട്ട് ഉണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രില്ല് ഫിറ്റ് ചെയ്യാൻ. ആകെ 2 സ്ക്രൂ പിടിപ്പിച്ചായി. അപ്പോൾ അതിനാണ് നമ്മുടെ ഗ്രില്ല് വണ്ടിക്ക് അത് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയാണ്. ഈ ഗ്രില്ലാണോ ആ ഗ്രില്ലാണോ നല്ലതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇത് നമ്മുടെ പഴയ ഗ്രില്ലിരുന്നാൽ നമ്മളെ ഇളക്കി എടുത്തിട്ട് പുതിയൊരു ഗ്രില്ല് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇപ്പോൾ നമുക്ക് അടിപൊളിയാണോ സംഭവം? സൂപ്പറാണോ നോക്കി. ഇത് നമുക്കൊന്ന് സെറ്റപ്പല്ലേ? കാണാൻ നല്ല ഭംഗിയില്ലേ വണ്ടി? നമുക്കിനി ബോണറ്റൊക്കെ പയ്യെ താത്തി നോക്കിക്കാം. ഇത് നമ്മൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബോണറ്റൊക്കെ നമ്മൾ അടച്ചിട്ട് നമ്മൾ സെറ്റാണ് നമ്മുടെ ഗ്രില്ല്. എങ്ങനെയുണ്ട് ഗ്രില്ലെല്ലാം? അടിപൊളി ഗ്രില്ലല്ലേ? സെറ്റപ്പല്ലേ? സൂപ്പറാണോ? ബ്ലാക്ക്, അതിൽ സിൽവർ, സുസുക്കി എന്നുള്ള സിൽവറും മാരുതി എന്നുള്ള റെഡും ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സെറ്റപ്പായിട്ട് കാണാൻ പറ്റുന്നത് അടിപൊളിയല്ലേ? ഈ ഗ്രില്ലാണോ ആ ഗ്രില്ലാണോ നല്ലതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയായാലും അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഗ്രില്ലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാരുതി എന്നുള്ളത് നമ്മൾ എഴുതി ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. സെറ്റപ്പായിട്ട് ഇവിടെ നമ്മൾ രണ്ടാമത് ഇവിടെ ഈ മാരുതി സുസുക്കി എഴുതിയാൽ നമ്മൾ ഈ ഗ്രില്ലയിൽ വേറെ ഒട്ടിച്ചേക്കണതാണ്. ഇത് നമ്മൾ ഗ്രില്ല് നെറ്റ് മേടിച്ച് ഇതിനകത്ത് മെഷ് ചെയ്തേക്കണതാണ്. ഇതിനകത്തുനിന്നുള്ള സാധനം കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഈ ഫ്രെയിം അത് തന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ വേറെ നെറ്റ് അടിച്ചാണ് അതിനകത്ത് അതടിച്ച് സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ പഴയ ഗ്രില്ല് ഉണ്ടോ. ഇതിൻ്റെ നമ്മൾ ഇതിനുള്ളിലുള്ള കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിതിനകത്ത് വേറെ നെറ്റ് വെച്ച് ഇത് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ പുതിയ ഗ്രില്ല്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള പുതിയ വീഡിയോസ് വീണ്ടും വരുന്നവരത്തേക്കും ബൈ.